വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി സ്കൂളിൽ എത്തിച്ച ഒരു വിദ്യാർത്ഥി ധർമ്മസങ്കടത്തിലായി. ക്യാമ്പുകളിലേക്ക് തൽക്കാലം ഭക്ഷ്യവസ്തുക്കൾ നൽകേണ്ടെന്ന് അറിഞ്ഞതോടെ വാങ്ങിയ സാധനങ്ങൾ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായി. കൂട്ടുകാരനെ സഹായിക്കാൻ സഹപാഠികളും അധ്യാപകരും ഒന്നിച്ചിറങ്ങിയപ്പോൾ നല്ലൊരു തുക ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിക്കാനും കഴിഞ്ഞു. മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ ആവശ്യ സാധനങ്ങൾ ശേഖരിച്ചു നൽകാൻ തീരുമാനിച്ചു. +1 വിദ്യാർത്ഥിയായ ഷാഹിദ് താജുദ്ദീൻ സ്കൂളിലെത്തിയത് ഒരു ഓട്ടോറിക്ഷ നിറയെ ഭക്ഷ്യസാധനങ്ങളുമായി. ബ്രെഡ്, ബണ്ണ്, കേക്ക് തുടങ്ങി ബേക്കറി സാധനങ്ങളായിരുന്നു കൂടുതലും. സന്നദ്ധ സംഘടനകൾ വഴി ബന്ധപ്പെട്ടപ്പോൾ ഭക്ഷ്യസാധനങ്ങളുടെ ആവശ്യം തൽക്കാലം ദുരിതാശ്വാസ ക്യാമ്പിൽ ഇല്ലെന്ന് മറുപടി ലഭിച്ചതോടെ അധ്യാപകർ കുഴങ്ങി. ഷാഹിദിനും ആകപ്പാടെ വിഷമം. പിതാവിനൊപ്പം ജോലിയിൽ സഹായിച്ച് സ്വരൂപിച്ച സമ്പാദ്യമായ 20,000-ഓളം രൂപ കൊടുത്തു വാങ്ങിയതാണ് സാധനങ്ങൾ. ഒടുവിൽ അധ്യാപകർ ചേർന്ന് തീരുമാനമെടുത്തു. സാധനങ്ങൾ ഷാഹിദിന് പണം നൽകി വാങ്ങാം. സഹപാഠികളും ഷാഹിദിനെ സഹായിക്കാൻ ഒപ്പം നിന്നു. നിരാശപ്പെടുത്താതെ നമ്മൾ ആ ഭക്ഷണോൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിച്ച് നമ്മൾ തന്നെ വാങ്ങി ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ആ ദുരന്തവും പിന്നെ ആൾക്കാരുടെ വീടൊക്കെ പലവരും മരിച്ചു, കുടുംബക്കാരും ഒക്കെ ആയിട്ട് അത് കണ്ടപ്പോൾ സഹായിക്കണമെന്ന് തോന്നി. ഇപ്പോൾ സഹായിച്ചു, അതൊരു നല്ല കാര്യം. ഇപ്പോൾ കുഴപ്പമില്ല, വിഷമം മാറി. സ്കൂളിനുള്ളിൽ വിറ്റിട്ടും സാധനങ്ങൾ ബാക്കിയായതോടെ അധ്യാപകരും PTA പ്രസിഡന്റും റോഡിലേക്ക് ഇറങ്ങി. കടകളിലും നാട്ടുകാർക്കും സാധനങ്ങൾ വിറ്റു. മുടക്കിയതിലേറെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കഴിഞ്ഞതോടെ ഷാഹിദും ഹാപ്പി. ഞാൻ കടയിൽ ജോലിക്ക് വേണ്ട വാപ്പടപ്പം ഒരു സ്കൂൾ അവധിക്ക് പോകാറുള്ള, അപ്പോൾ പോയ 500 കിട്ടും. ആ കാശ് കൂട്ടി വെച്ച് വാങ്ങിയത്. കാറെടുക്കാനുള്ള ഇതിന്ന് കൂട്ടി വെച്ചതിന് എടുത്ത് കണ്ടിന്ന് വാങ്ങിയതാണ്. സാധനങ്ങൾ വിറ്റ് കിട്ടിയ തുക ജില്ലാ കളക്ടർക്ക് നേരിട്ട് കൈമാറാനാണ് തീരുമാനം. 24 തൊടുപുഴ.